ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ സിഞ്ചു ടെക് ഷെയർ. ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ലെനോവോ ലീജിയൻ പ്രോ 5. ഈ മോഡല് ലെനോവോ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2025 മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ലാപ്ടോപ്പ് പുറത്തെടുത്തിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ചാർജർ എന്ന് പറയുന്നത് 300 വാട്ട്സ് വരുന്ന ഒരു പവർഫുൾ പവർ അഡാപ്റ്റർ ആണ്. DC സ്ക്വയർ പിൻ USB ആണ് ഇതിന്റെ കൂടെ വരുന്ന പിൻ. ഇനി ഇതാണ് ലാപ്ടോപ്പ്. നമുക്ക് ഇതിന്റെ പോർട്ടുകൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഫാൻ എക്സോസ്റ്റ് ആണ് കാണുന്നത്. ഒരു USB ഉണ്ട്, ഒരു ടൈപ്പ് C USB ഉണ്ട്. ഫ്രണ്ട് സൈഡിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഹുക്ക് മാത്രമേ ഉള്ളൂ സ്ക്രീൻ ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ സൈഡിൽ ഓഡിയോ ജാക്ക്, ക്യാമറ ഷട്ടർ ക്ലോസർ ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഒരു USB, പിന്നെ എക്സോസ്റ്റ്. ഇതിന്റെ ബാക്ക് സൈഡിലാണ് കൂടുതൽ പോർട്ട് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ലാൻ ജിഗ പോർട്ട് നമുക്ക് കാണാം, ഒരു ടൈപ്പ് C പോർട്ട് കാണാം, HDMI പോർട്ട് കാണാം, വീണ്ടും ഒരു USB പോർട്ട് കാണാം, പിന്നെ നമ്മളുടെ ചാർജർ കണക്ട് ചെയ്യുന്ന പോർട്ട്. ടോപ്പിലായിട്ട് നമുക്ക് രണ്ട് ബ്രാൻഡിംഗ് കാണാം. ലെനോവോ ബ്രാൻഡിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മോഡൽ നമ്പറായ ലീജിയോ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്പീക്കർ ഗ്രില്ലും എയർ എക്സോസ്റ്റ് ഗ്രില്ലും ഒക്കെ കാണാം. ബാക്കിൽ മോഡൽ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ബുഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന ബുക്ക്ലെറ്റിലാണെങ്കിൽ കുറച്ച് ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊരു QR കോഡ്, പിന്നെ അതിന്റെ വാറന്റി ഡോക്യുമെന്റ്സ്, സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാവ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്. നമുക്ക് കാണാം ഇവിടെ കുറച്ച് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒന്ന് NVIDIA GeForce RTXന്റെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഇന്റൽ Core i9 പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ലെനോവോ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഈ സപ്പോർട്ടിന്റെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഷോർട്ട് കട്ടിന്റെ ഫംഗ്ഷൻ കമാൻഡ് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കീബോർഡാണ് ഇതിന് വന്നിരിക്കുന്നത്. നമ്പർ പാഡ് സെപ്പറേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫംഗ്ഷൻ ബട്ടൺ ഉണ്ട്, മൾട്ടിമീഡിയ സ്വിച്ചുകളുണ്ട്, ട്രാക്ക് പാഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പവർ ബട്ടൺ സെൻട്രലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു ലീജിയൻ എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് നമുക്ക് ഇവിടെ ക്യാമറ പ്രൊവിഷൻ ചെയ്തിരിക്കുന്നത് കാണാം. 3 ഹോളുകളുണ്ട്, അത് മൈക്കിന്റെയും ലൈറ്റ് സെൻസറിന്റെയും ഒക്കെ ആയിരിക്കും. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പ് ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ലാപ്ടോപ്പിന്റെ OS ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ലാപ്ടോപ്പ് വരുന്നത് വിൻഡോസ് ഹോം വേർഷനോട് കൂടിയാണ്. നമ്മൾ പ്രൊഫഷണൽ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ, അതായത് ഡൊമൈൻ കൺട്രോളർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ OS അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇന്റലിന്റെ 14th ജനറേഷൻ Core i9 പ്രോസസ്സറാണ്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ റാം ചെക്ക് ചെയ്യണമെങ്കിൽ DDR5ന്റെ 2 റാം സ്ലോട്ടാണ് വരുന്നത്. ഒരു സ്ലോട്ടിൽ മാക്സിമം 32 GB വരെയുള്ള റാം ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഈ ലാപ്ടോപ്പിന്റെ സ്റ്റോറേജിന് വേണ്ടി M2ന്റെ 2 സ്ലോട്ടുകളാണ് തന്നിരിക്കുന്നത്. PCIe NVMe ഇന്റർഫേസ് ആണ് ഇതിന് വേണ്ടി തന്നിരിക്കുന്നത്. 1 TBയുടെ SSD വരെ ഓരോ സ്ലോട്ടും സപ്പോർട്ടും ചെയ്യും. ഇനി GCPU നോക്കുകയാണെങ്കിൽ ഇന്റലിന്റെ UHD ഷെയർഡ് മെമ്മറി യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്സ് ഉണ്ട്. അതുകൂടാണ്ട് NVIDIAയുടെ GeForce RTX 4070യുടെ 8GB ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സും ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ കണക്ടിവിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ 1 GBയുടെ ഒരു ജിഗ ഇന്റർഫേസ് ഇതിന് കൊടുത്തിട്ടുണ്ട്. വൈഫൈ കണക്ടിവിറ്റി ആണെങ്കിൽ വൈഫൈ 6E സപ്പോർട്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്തിന് വേണ്ടി 5.2 വേർഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ്വെയർ ഈ ലാപ്ടോപ്പിൽ ഇന്റലിന്റെ HM770 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെക്യൂരിറ്റിക്ക് വേണ്ടി TPM2 ലാപ്ടോപ്പിൽ LA1 എന്ന് പറയുന്ന ഒരു AI ചിപ്സെറ്റ് അവൈലബിൾ ആണ്. ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം ആയിട്ട് ഈ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് ഈ AI ചിപ്പ് കൺട്രോൾ ചെയ്യും. 80 വാട്ട് അവേഴ്സ് എന്ന റീചാർജബിൾ ലിഥിയം അയൺ ബാറ്ററിയാണ് ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ ലാപ്ടോപ്പിന്റെ ബാറ്ററി എന്ന് പറയുന്നത് സൂപ്പർ റാപ്പിഡ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. 10 മിനിറ്റ്സ് കൊണ്ട് 40%, 30 മിനിറ്റ്സ് കൊണ്ട് 80%, 1 അവർ കൊണ്ട് 100% നമുക്ക് ഈ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം. ഈ ലാപ്ടോപ്പിന്റെ ഓഡിയോയ്ക്ക് വേണ്ടി റിയൽ ടെക്കിന്റെ ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 വാട്ട്സിന്റെ 2 സ്പീക്കറാണ് ഈ ലാപ്ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഇനി മൈക്ക് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ അറേ മൈക്കാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 1080p FHD ക്യാമറയാണ് ഈ ലാപ്ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് വിത്ത് ഈ ഷട്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ട്. IPS ഹൈ റെസൊല്യൂഷൻ ഡിസ്പ്ലേ മോണിറ്റർ ആണ് ഈ ലാപ്ടോപ്പിന്റെ കൂടെ വന്നിരിക്കുന്നത്. 16 ഇഞ്ചാണ് ഇതിന്റെ സൈസ്, 16:10 ആണ് ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ, 300 ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ്, ആന്റി ഗ്ലെയർ, ഹൈ കോൺട്രാസ്റ്റ് റേഷ്യോ, 240 ഹെഡ്സ് ആണ് ഈ ഡിസ്പ്ലേയുടെ റീഫ്രഷ് റേറ്റ്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുക, ഗ്രാഫിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും. ഇതിലില്ലാത്ത 2 കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒന്ന് ഫിംഗർ പ്രിന്റ് റീഡറും മറ്റൊന്ന് കാർഡ് റീഡറും. ഈ ലാപ്ടോപ്പിന്റെ ബുക്ക്ലെറ്റിൽ
കുറച്ച് ഷോർട്ട് കട്ട്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. FN+Q ആണ് ഒന്നാമത്തെ ഒരു ഷോർട്ട് കട്ട്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ FN+Q പ്രസ് ചെയ്യുമ്പോൾ ഇതിന്റെ പെർഫോമൻസ് മോഡ് നമുക്ക് ഇതിന്റെ സ്വിച്ച് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു ഷോർട്ട് കട്ടാണ് FN+R. ഇത് നമ്മുടെ സ്ക്രീനിന്റെ റീഫ്രഷ് റേറ്റ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 60 ഹെർട്സ് ആയി. വീണ്ടും സ്വിച്ച് ചെയ്ത് 240 ഹെർട്സിലോട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാം. മൂന്നാമത്തെ ഒരു ഷോർട്ട് കട്ടാണ് FN+SpaceBar. അത് ഈ കീബോർഡിൽ വരുന്ന ബാക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് ഒന്ന് റേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ 3D Maxന്റെ ഡെമോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റൺ ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ലാപ്ടോപ്പ് അലൂമിനിയം ബോഡിയാണ് വരുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ലാപ്ടോപ്പാണ്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3 kg വരുന്നുണ്ട്. ഈ ലാപ്ടോപ്പിന്റെ ഇവിടുത്തെ വില എന്ന് പറയുന്നത് 7500 ദർഹമാണ്. നാട്ടിലെ ഏകദേശം 1,75,000 രൂപ. അപ്പോൾ അത്രയൊക്കെയുള്ള ഈ ലാപ്ടോപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടും ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്